അസ്സലാമലൈക്കും. ഇപ്പം ഇന്ന് ഉമ്മന്റെ അടുത്തുനിന്ന് ഏകദേശം പകുതി വീടോളം ഇവിടെ എത്തിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ. ഫസ്റ്റ് വീക്കെൻഡാണ്, സൺഡേ. അപ്പം രാവിലെ തന്നെ പാർസൽ കാര്യങ്ങളെത്തി, ബൈക്കൊക്കെ എത്തി. ഇതിന്റെ കൂടെ തന്നെ ഏകദേശം ഞാൻ പറഞ്ഞ അതിൽ പകുതി വീട് ഇവിടെ എത്തിയിട്ടുണ്ട്. അസ്സലാമലൈക്കും. സോ ഇന്ന് വീട്ടിൽ നിന്ന് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ സാധനങ്ങൾ. ഇവിടെ റൂംമേറ്റ്സ് തൗസിഫും ചന്ദ്രശേഖരനും ചോദിക്കുന്നത് വേറെ ഇവിടെ വിട്ടൊഴിവാക്കിയ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എത്തിയെന്നുള്ളത്. ഫ്രിഡ്ജ്, കട്ടില്, പിന്നെ സോഫ, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും പരിപാടികളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഇതിൽ. ജസ്റ്റ് ഇങ്ങനൊക്കെ ഇവിടെ വന്നിന്, ഇനി പോവാൻ നേരം ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടും കൂടി ആയിരിക്കാം. ആണ് ശരി. ഉമ്മയാണ് ഇതിൻ്റെ പിന്നിൽ. എന്തൊക്കെ സാധനങ്ങൾ, എത്ര ഉമ്മക്ക് ഇതൊരു ഹരാ തോന്നണേ. പാക്ക് ചെയ്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കുക. എനിക്കിത് ആലോചിക്കുമ്പോൾ തന്നെ തിരിച്ചു കൊണ്ടുപോകേണ്ടതെന്നുള്ള ആലോചന വേണ്ടി കൊണ്ടുപോകേണ്ടതെന്ന് തോന്നണമൊന്നുമില്ല. പിന്നെ എത്ര പരിപാടിയിലൊക്കെ നിന്നാൽ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം മാറിപ്പോകുമെന്നുള്ള, പഠിക്കണം എന്നുള്ള മാറിപ്പോകുന്നുള്ളതൊക്കെ തോന്നിട്ട് ഇല്ല. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പക്ഷേ സൗകര്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉഷാറായി പഠിക്കാം. സൗകര്യങ്ങളില്ലായിക്കല്ല, ടേബിൾ കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളതൊക്കെ വന്നിട്ടുള്ളൂ. പക്ഷെ എനിക്കതിങ്ങനെ കുറച്ചിങ്ങനെ ഓവറായോ എന്ന് തോന്നുന്നുണ്ട്. അല്ല, പക്കായിട്ട് കംഫർട്ടിലായാലേ ഉള്ള വിഷയം. ഇൻഷാ അല്ലാഹ് നോക്കാം. അപ്പം ഇന്ന് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന ആകെ ഞായറാഴ്ചകളിൽ പെട്ടെന്ന് പരിപാടി എടുക്കണം. ഫസ്റ്റ് തന്നെ കട്ടില്, ബെഡ്, പുതപ്പ്, ടേബിൾ ക്ലോത്ത്, ചെയറ്, ഈ ചെറിയ ഡസ്റ്റ്ബിന്ന്. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഫയറി, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് വാഷിങ്ങിൻ്റെ, ഞാൻ അങ്ങോട്ട് ഉള്ളോട്ട് എടുത്ത് വെച്ചോ. ഇതിലുള്ളത് മുസല്ല, ഈ പാത്രം, അത് പത്തിരി വരുത്തുന്ന സുപ്ര, ഇതൊന്നുമില്ല. അതാ സോഫന്റെ ഷീറ്റുകൾ, ഉപ്പ്, പിന്നെ ഇത് മുട്ടായി എനിക്കുള്ള, പിന്നെ ഇത് അയൺ മെഷീന്, ഹെൽമെറ്റ്, ചാവി, ഒന്നുമില്ല. 1 2 3 ഒന്ന് അവിടെയുണ്ട്. അപ്പൊ 4 ഇങ്ങനത്തെ കസാര, പിന്നെ ഇങ്ങനത്തെ ഒരു കസാര, എക്സ്ട്രാ പുതപ്പ്, പിന്നെ ബെഡ്ഷീറ്റ്, 10 കിലോ അരി. എന്തിനാണാവോ പറിച്ചത്? ചാവും. സിസേഴ്സ്, ജഗ്, സാധനം. ഇത് ഞാൻ ഉള്ളോട്ട് എടുത്ത് വെക്കാൻ ആവശ്യം ഉണ്ടാവില്ല. പിന്നെ ഈ പെട്ടിന്റെ ഉള്ളിൽ ഉള്ളത് സാധനങ്ങളൊക്കെയാണ്. ഈ പെട്ടി ആയിരിക്കും ഞാൻ എന്താ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കീപ്പ് ചെയ്യുന്നത്. അപ്പം അത് അങ്ങോട്ട് റൂമിലേക്ക് എടുത്ത് വെച്ചിട്ട് അവിടെ സേഫ് ആക്കി വെക്കാം. ആവശ്യമുള്ളവരും
എടുക്കാം, പോകുന്നേരം മറക്കണ്ടല്ലോ. അതേ രീതിയിൽ ഇതൊക്കെ ആരുതാണ്, തൗസിഫിൻ്റെതും ഇതൊക്കെയാണ്. ഈ 2 ക്ലോത്ത് നമ്മളിതാണ് രീതിയിൽ. ഇതും ആവശ്യമില്ലാത്ത സ്പൂണുകൾ കാര്യങ്ങളാണ് ഞാൻ ഉള്ളോട്ട് എടുത്തു വെച്ചു. ഇവിടെ വരുമ്പം അച്ചാറ്, പാൽപ്പൊടി, പാലട, ഇവിടെ ഇതൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നതാണ്. എടുക്കാൻ മറക്കരുത് പോകുന്നേരം. മുളക് പൊടി, പെപ്പർ, കടുക്, ഏലക്കായ പരിപാടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, നെയ്യ്, 2 ഗോതമ്പ് മുറുക്ക്, 1 ആട്ട, ചെറുപയർ, ഗരം മസാല, അവില്, ഇത് വേണം കേട്ടോ, ഇതല്ല പപ്പടം, നെയ്ച്ചോറരി, കടല. ഇന്ന രീതിയിൽ 3 പ്ലേറ്റ്, വീട്ടിലത്തെ പ്ലേറ്റ് വന്നാണ്. പിന്നെ 2 ഇങ്ങനത്തത്, 2 എണ്ണം. ഇതും വീട്ടിൽ തന്നെയാണ്. ഇത് സ്കെയിലറിന് പറ്റിയതാണ്. കൊടംപുളി. അങ്ങനെ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വന്നിട്ടുണ്ട്. സ്റ്റൗവ്, നമുക്ക് ഈ സാധനങ്ങൾ, ഇതെന്താന്ന് അറിയില്ല. മറ്റേ ഇതിന്റെ സ്റ്റൗവിന്റെ പരിപാടികൾ. പിന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മളെ സ്പൂണും പരിപാടിയൊക്കെ, കത്തി, 1 2 3 4 5 6 സാധനങ്ങളൊക്കെ ഉണ്ട്. കത്തി, ഫയറിന്റെ പരിപാടി. ഉപ്പ് ഞാൻ ആദ്യം വാങ്ങിച്ചിരുന്നു. ഇത് നമ്മളിതാണ്. മുട്ട ഉണ്ടെങ്കിൽ കട്ടിങ്. ഈ 2 പാത്രം, ഗ്യാസും കുറ്റി, 2 പാന്, 3 പാൻ ആക്ച്വലി. പിന്നെ ഒരു കറി, അങ്ങനെ. പിന്നെ ഒരു കുക്കർ, അതിന്റെ മൂടി കാണുന്നില്ല. ഈ സാധനം എന്താണ്, കുക്കർ, ഗ്രീൻ സാധനം ക്രഷ് ചെയ്യണ, മിക്സി, 3 സ്റ്റീൽ പ്ലേറ്റ്. ആക്ച്വലി 4 എണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട്, 2 എണ്ണം മേലെയാണ്. മിക്സിന്റെ ജാറ്, ആ സാധനം. ഇത് സ്റ്റെയിനർ, 2 മൂടി, വെള്ളം തിളപ്പിക്കാനുള്ളത്. പിന്നെ കറിന്റെ സാധനം, പിന്നെ മോമോ സ്റ്റീമർ. ഒന്ന് നോക്കിയാൽ എന്തൊക്കെയാന്നുള്ളത് മറക്കാതെ. ഇതേ രീതിയിൽ ഫ്രിഡ്ജിലേക്ക് വരുമ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഇങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുപോകണം സാധനങ്ങളൊക്കെ. വെള്ളത്തിന്റെ അമ്പലത്തല്ല, അവിടെ കുഴപ്പമില്ല, തീരും. പിന്നെ ഏകദേശം ഈ ടേബിൾ നമ്മളതാണ്. 2 ടേബിളും 2 ടേബിളും, ഒരു സോഫ, ബെഡ്, കട്ടില്, പിന്നെ ഹെൽമെറ്റ്, ബൈക്ക്, അങ്ങനത്തെ കുറെ ഐറ്റംസുകളൊക്കെയാണ് വന്നത്. ഇൻഷാല്ലാഹ് ശുക്രൻ, ജസാക്കല്ലാഹ് ഖൈർ, ബാറക്കല്ലാഹ് ഫീക്. ഉമ്മ, മസ്താത്ത, മിപ്പൂപ്പ, ഞാൻ കൊറേ പറഞ്ഞ കൊണ്ടുവരണ്ടെന്നുള്ള, പക്ഷെ അവര് കൊണ്ടുവന്നു. ഇനിയിപ്പം കഴിയുന്ന രീതിയിലൊക്കെ വെക്കുക. ഇനിയിപ്പം ഇത് വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത്, ബാംഗ്ലൂർക്ക് പോരി, എല്ലാം അതുണ്ട് ഇവിടെ. നാട്ടിലിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണെങ്കിലോ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രശ്നത്തിലല്ല, എന്തെങ്കിലും ഇടങ്ങാറായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി, മനസ്സ് ശാന്താക്കാൻ. നല്ല കാലാവസ്ഥയാണ്. പിന്നെ ഞാൻ ക്ലാസ്സിൽ പോവും, നിങ്ങൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇരിക്കാം, ഫുഡ് കഴിക്കാം, സ്റ്റൗവ് പരിപാടി, എന്ത് ചെയ്യാ ഇവിടെ ശരിക്ക്. നിങ്ങൾക്ക് വന്നാൽ ഇൻഷാല്ലാഹ് ഓൾ ആർ വെൽക്കം. 2 റൂംമേറ്റ്സ് ഉണ്ട്, അവരവിടെ വന്നോളും, നമ്മളെ റൂമിൽ. ബൈ, അസ്സലാമു അലൈക്കും. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോസ്. ഇൻഷാല്ലാഹ്.